ഇതൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവമേ. ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പം ഞാനിപ്പം ആഗുംബെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. കർണാടകയിലെ ആഗുംബെ എന്ന് പറഞ്ഞ സ്ഥലം ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചാർമാടി ചുരത്തിലാണ്. കണ്ടില്ലേ, ഒരു പഴയ ഒരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, ചുരത്തിന് നടുക്ക് ഇവിടെ മുകളിലൊരു ഗ്രാമമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തായിരുന്നു. അങ്ങ് മലനിരകളുടെ മുകളിൽ മഞ്ഞൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വെയിറ്റിംഗ് ഷെൽട്ടർ. അപ്പോൾ ഈ ഒരു റോഡ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു റോഡ് കാണാം. അതൊരു ഗ്രാമത്തിലോട്ടും പിന്നെ ഒരു എസ്റ്റേറ്റിലോട്ടും പോകുന്ന റോഡാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമമാണ് ഈ മലയുടെ മുകളിലുള്ളത്. അത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോകാം. എൻ്റെ കൂടെ മിസ്റ്റർ റോഫും കൂടെ ഉണ്ട്. ഹലോ. അപ്പം ഈ കാണുന്ന വണ്ടിയിലാണ് പോകുന്നത്. ഇവിടുത്തെ ഏകദേശം ഒരു 130 കിലോമീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ. ഹലോ. അപ്പോൾ ഒരുപാട് ഏകദേശം ഒരു 10-60 കിലോമീറ്റർ അവിടെ നിന്ന് കഴിഞ്ഞു ചാർമാടി ചുരത്തിൽ നിന്ന്. അപ്പം മൊത്തം കോഫി എസ്റ്റേറ്റും തൈലത്തോട്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇതുവരെ കോഫി എസ്റ്റേറ്റായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് തൈലത്തോട്ടം കാണാം. കണ്ടില്ലേ, ഇവിടെ കന്നഡയിൽ ഒരുപാട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഈ ഒരു സ്ഥലമാണ്. അത്യാവശ്യം ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കച്ചറയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് മോശമാണ്. ഒരു പാരലായിട്ട് ഒരു റോഡ് തന്നെ ഉണ്ട്. കണ്ടില്ലേ, ഈ എസ്റ്റേറ്റിലുള്ളവർക്ക് ഇത് വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടിയുള്ള റോഡാണെന്ന് തോന്നുന്നു. ഇതെന്താ ബലന്തൂർ പ്ലാന്റേഷൻ ഓഫ് ഇൻഡസ്ട്രി ലിമിറ്റഡ്. ആകുമ്പേ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായി. അപ്പോൾ നമ്മൾ നോക്കാം. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നൊരു ബോർഡും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒരു ഷെൽട്ടറും അവിടെ ഉണ്ട്. കുറച്ച് മുന്നോട്ട് വന്നപ്പം അതേ ഒരു തോട്ടത്തിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, മൊത്തം ഇവർ ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുന്നു. ഒരു ഇല പോലും ബാക്കിയില്ലാണ്ട് മൊത്തം ട്രിം ചെയ്ത് കളഞ്ഞിരിക്കുന്നു. കണ്ടില്ലേ, അവിടെ ഒരുപാട് പണിക്കാരൊക്കെ നിൽക്കുന്നത് കാണാം. പിന്നെ ഈ തേയിലച്ചെടികൾ എന്ന് വെച്ചാൽ ഒരുപാട് വളരാൻ വിടത്തില്ലല്ലോ. അങ്ങനെയായിരിക്കും ചിലപ്പം മൊത്തത്തിൽ ചേർത്തിട്ട് അവർ ട്രിം ചെയ്ത് കളയുന്നത്. എന്നാലും നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ മൊത്തം ഇപ്പോൾ വരണ്ട് കിടക്കുവാണ്. മൊത്തം ഇവർ ഇലകളൊക്കെ കുറച്ച് സെറ്റായി ഇങ്ങനെ നിൽക്കുന്നു. ഈ വളവൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മുകളിലായിട്ട് ഒരു അമ്പലം കാണാം. കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഈ മലയുടെ സൈഡിലായിട്ട് എന്തമ്പലം, ഗണപതിയിലാണോ എന്തോ ഒരു അമ്പലം. അപ്പം ചെറിയൊരു വഴിയാണ്, ഒരു ബസ്സിനൊക്കെ കഷ്ടിച്ച് പോകാൻ പറ്റാവുന്ന ഒരു കൂട്ടുള്ള വഴിയാണ്. അപ്പോൾ ഗൈസ്, അപ്പം ഏകദേശം തൂക്കുപാലം കിട്ടിയിരിക്കുന്നു. കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. ഹായ്, അടിപൊളി. ഏതാ ഇത്, വീഴോടെ ഏകദേശം കയറിയിരിക്കുന്നു. ഹായ്, പാട്ടയുടെ ശബ്ദം. അമ്മേ, കൊള്ളാലോ. ഇത് മൊത്തം മഡ് റോഡ് എന്നല്ലേ? ഇവിടെ നിർത്താം ഒരു ഫോട്ടോ. ഹലോ, കണ്ടില്ലേ, വണ്ടി തൂക്കുപാലത്തിന് നടക്കിരിക്കുന്നത്. ഇത് 2 വീലർസ് കയറ്റാൻ പറ്റാവുന്ന കൂട്ടുള്ള തൂക്കുപാലാണ്. പക്ഷെ ചില തൂക്കുപാലത്തിൽ 2 വീലർസ് കയറ്റാൻ പറ്റത്തില്ല. കലങ്ങിയ വെള്ളമാണ്. ഇത് ഏത് പുഴയാടാ? ഏതൊരു നദിയാണല്ലോ, കണ്ടിട്ട് വലിയ നദി പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഏതാ നദി ഇത്? അറിയത്തില്ല അല്ലേ. മാപ്പ് നോക്കി ചിലപ്പോൾ കാണുമായിരിക്കും. തുങ്കാ നദിയിലാ. ഇതാണ് തുങ്കാ നദി. പക്ഷെ കലങ്ങിയ വെള്ളമാണ്. ആ ഭാഗത്തൊക്കെ മഴ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങോട്ടൊക്കെ മഴ പെയ്ത് 10 ദിവസമായി എന്നല്ലേ, ഏകദേശം 10 ദിവസമായി. എന്തായാലും അടിപൊളി ഫ്രെയിം. വേറെ വണ്ടി വന്നാൽ കൂടും കേട്ടോ. ഇവിടുന്ന് വണ്ടി ഇപ്പോൾ എടുത്ത് മാറ്റണം നമ്മൾ. കൊള്ളാം, അടിപൊളി. ഒറ്റ രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഹായ്, കൊള്ളാം. കണ്ടിട്ട് ഇത് പുതിയ ബ്രിഡ്ജ് പോലെ, ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ തോന്നുന്നുണ്ടോ? പുതിയതാണോ ഇത്? പുതിയ തന്നെയാ? ബാക്കിലൊരു വണ്ടി ഉണ്ടായിരുന്നല്ലേ. ഇതിൻ്റെ ഇവിടെ നിന്നൊരു വ്യൂ എടുത്ത. അടിപൊളി, കൊള്ളാം, അടിപൊളി ഫ്രെയിം. മഴയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ അല്ലേ. റോഡ് കുറച്ച് ഷോക്കാണ്, കുഴപ്പമില്ല. എന്നാലും പുതിയൊരു വഴി, നമ്മളെന്താ പറയാ, എപ്പോഴും ടാറിട്ട വഴിയുള്ളൊരു സ്ഥലം. പക്ഷെ വണ്ടി നമ്മുടെ അഡ്വഞ്ചർ അല്ല, സ്കൂട്ടറാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഫൈനലി സൗത്ത് ഇന്ത്യയിലെ ചിറപുഞ്ചി എന്ന് അറിയപ്പെടുന്ന ആഗുംബെ എന്നൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഈ ഒരു ബോർഡ് കഴിഞ്ഞാലാണ് ആ ഒരു സ്ഥലം വരുന്നത്. കണ്ടില്ലേ, അവിടെ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ആഗുംബെ. ഈ ആഗുംബെ എന്ന് പറയുന്നത് ഇത് ഏകദേശം ഷിമോഗ ഡിസ്ട്രിക്റ്റിലായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡ് പോയി അവിടെ ഒരു ഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ റൂട്ട്. അപ്പോൾ ഞങ്ങൾ വന്ന വഴിയാണിത്. ഇനി പോകാനുള്ള വഴിയാണ് ഇങ്ങോട്ടുള്ളത്. അപ്പം അവിടെ മെയിനായിട്ട് ഇപ്പോൾ പോകുന്നത് ആഗുംബെയിലെ ചുരത്തിലോട്ടാണ്. ചുരത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സമപ്പൊളിയാണ് ആ ചുരത്തിൻ്റെ ആ റോഡും സംഭവങ്ങളൊക്കെ കാണാം.
ഒരു സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മരങ്ങളൊക്കെ വട്ടം വളർന്നിട്ട് ആ പോയിൻ്റൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ആൾമോസ്റ്റ് നമുക്ക് ആ മലനിരകളൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. വൈകുന്നേരം ആയ സ്ഥിതിക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ഒരു തട്ടുകട. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റോട്ടിൽ പോയി 2 ഫാൾസ് ഉണ്ട്. കണ്ടില്ലേ, ജോഗിഗുണ്ടി ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ബർക്കാണ ഫാൾസ് എന്ന് പറഞ്ഞിട്ട് ഈ റോട്ടിലുണ്ട്. ഏകദേശം 3-5 കിലോമീറ്ററിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. വെൽക്കം ചെയ്യുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു എന്താ പറയുക ദ്വാരമാണ്. കണ്ടില്ലേ, പഴയതാണ്. ബ്രിട്ടീഷ് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. ഏകദേശം ഇവിടെ നിന്ന് ഈ ചുരത്തിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ഭാഗം തുടങ്ങും. റൈറ്റ് സൈഡിൽ അവിടെ ഏറ്റവും സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ ഈ ചുരത്തിൻ്റെ വ്യൂ പോയിന്റിലോട്ട് പോവാം. മെയിനായിട്ടുള്ള സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇഷ്ടംപോലെ കുരങ്ങും സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ നേരത്തെ വരുന്ന നേരത്ത് നല്ല എന്താ പറയുക വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ ആൾമോസ്റ്റ് പോയിട്ടുണ്ട്. കണ്ടില്ലേ, കുരങ്ങ് നമ്മുടെ ഗേറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. പോകാൻ സമ്മതിക്കുന്നില്ല. അതിന് വല്ലതും ഫുഡ് കൊടുത്താലേ അത് പോകാൻ സമ്മതിക്കുള്ളൂ തോന്നുന്നു. മാറി നിൽക്കടാ, ഈ വഴി പോവാം. ഒന്നും ചെയ്യല്ലേ ചേട്ടാ, പാവാണ് ഞാൻ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന്, അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം സംഭവമൊക്കെയാണ്. ഇതാണ് ഏകദേശം ഈ ഒരു സംഭവത്തിൻ്റെ ഒരു കടയിൽ നമുക്ക് താഴെ റോഡ് പോയിരിക്കുന്നത് കാണാം. അതായത് ഈ ചുരം എന്ന് വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക ഇടുങ്ങിയ ചുരമാണ്. നമുക്ക് കണ്ടില്ല, കഷ്ടിച്ച് ആ വഴിയൊക്കെ നമുക്ക് തിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ കാഴ്ച. അങ്ങ് ദൂരെ ഒരു സ്ട്രീം ഒഴുകുന്നത് കണ്ട, ചെറിയൊരു സ്ട്രീമാണ്. അപ്പോൾ നമുക്ക് ഈ കോട കയറി ഇരിക്കുന്നതുകൊണ്ടേ ഈ വ്യൂ അത്രയ്ക്ക് ഇതില്ല. ഇല്ലെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു. ഈ മരമൊക്കെ വളർന്ന് നിൽക്കുന്നതുകൊണ്ട് അത്ര വിസിബിൾ അല്ലെങ്കിലും നമുക്ക് ഈ ഭാഗത്തൊക്കെ സൺസെറ്റ് കാണാമായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 ആവാറായി. കണ്ടില്ലേ, ഇത്രയും ചെറിയൊരു ബസ്സാണ് മാത്രമേ ഇതിലൂടെ കടത്തി വിടത്തുള്ളൂ. കാരണം വലിയ വണ്ടികൾ പോയി താഴെ ആകുമ്പോൾ അവിടെ ബ്ലോക്ക് ആവും. ഞാൻ കാണിച്ചു തരാം, താഴെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആൾക്കാർ കുറവാണ്, വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ആ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തോട്ട് പോയെങ്കിൽ നമുക്ക് ഹെബ്രിയാസ് സാധ്യതയൊക്കെ പോയി. ഇവിടെ നിന്ന് ഉടുപ്പിക്ക് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടോ? 50 കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിക്ക് ഇവിടെ നിന്ന്. എന്തായാലും നല്ല കാലാവസ്ഥ, എന്താ പറയുക അനുയോജിതമായിട്ടുള്ള കാലാവസ്ഥയാണ്. കാരണം മഴയൊന്നുമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു ദിവസമാണ് ആകുമ്പേ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയില്ല. അപ്പോൾ ഇവിടെ നിന്നല്ല, എവിടെ മഴയില്ല. അങ്ങ് ദൂരെ കോട കയറിയിരിക്കുന്ന കണ്ടില്ല, ആ ഭാഗങ്ങളില്ലേ, മുകളിലോട്ടും ഡാർക്കുണ്ട്, താഴെയും കണ്ടില്ലേ പച്ചപ്പ് നിറഞ്ഞൊരു പച്ചപ്പൊന്നും കാണാൻ പറ്റത്തില്ല. ഒരു ഡാർക്ക് തീമിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് മൊത്തം അങ്ങ് മലനിരകൾ കാണാം. ഈ ഭാഗത്തൊക്കെ കോട കയറി വന്നിട്ടുണ്ട്. വെയിൽ ചെറുതായിട്ട് ആ ഭാഗത്ത് അടിക്കുന്നുണ്ട്. ഈ ഒരു വ്യൂ പോയിന്റ് പണിതിട്ട് എത്ര വർഷമായെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. കണ്ടില്ലോ, ഈ ഇടയ്ക്ക് ഞാൻ 2 വർഷം മുമ്പ് വന്നപ്പോൾ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം സെറ്റപ്പ്, ഇപ്പോൾ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുവാണ്. താഴോട്ട് വീണ സീനാണ്. എടാ, ഞാൻ മുകളിൽ നിൽക്കാം, നീ താഴെ പോയി ഫോട്ടോ എടുക്കോ. വണ്ടി പൊക്കോ, നടന്നുകൊണ്ടാ ഞാൻ ചാടിക്കോ. അപ്പോൾ അവിടെ വണ്ടി നിർത്താനുള്ള എന്താ പറയുക ആ വഴി കുറച്ചേ ഉള്ളൂ. ആ ഒരു സ്പേസ് അവിടെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാറൊക്കെ ബുദ്ധിമുട്ട്. 2 വീലേഴ്സിന് കുഴപ്പമില്ല. പിന്നെ കോപ്സ് ഉണ്ടാവും, പോലീസ് ട്രാഫിക്കിലെയാണോ അവിടെ അറിയില്ല, കോപ്സ് ഉണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് നിർത്താം. ഇവിടെ നിർത്തി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിർത്താം. പിന്നെ ആകുമ്പോൾ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട് കേട്ടോ, ഒരുപാട് ഫാൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മൊത്തമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഏകദേശം എന്താ പറയുക ഒരു 2-3 ദിവസം ഇവിടെ എന്താ പറയുക ചിലവഴിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനത് പിന്നീട് പറയാം. അപ്പോൾ താഴത്തെ സൺസെറ്റ് പോയിന്റിൽ നിന്ന് ഏകദേശം ഞാൻ ഒരുപാട് ഇറങ്ങുന്നില്ല, കുറച്ച് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഓരോരോ എന്താ പറയുക ആ ഒരു വളവുകളുണ്ടല്ലോ, അവിടെ നമുക്ക് നോക്കാം ഓരോരോ ഫ്രെയിം എങ്ങനെയായിരിക്കും. ഇത് ഫസ്റ്റ് ആണ് കേട്ടോ, 1ാമത്തെ വളവ്. ഇതെങ്ങനെയുണ്ട്? ഞാൻ നേരത്തെ നിന്ന സ്ഥലം മുകളിൽ കണ്ടില്ലേ, അടിപൊളിയല്ലേ. ഇത് ഏകദേശം ഒരു 5ാമത്തെ വളവാണ്. ഇവിടെ വണ്ടി വരുന്ന ഒരു ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ച വന്നാണ്.
ഇത് കുറച്ച് ഇടുങ്ങിയ ചുരമാണല്ലോ, അപ്പോൾ ബസ്സുകൾ റൈറ്റിലോട്ട് വളവ് എന്താ പറയുക മാക്സിമം എടുത്താൽ പറഞ്ഞത്. അപ്പോൾ ബൈക്കർസ് മാക്സിമം എന്താ പറയുക റൈറ്റ് കീപ്പ് ചെയ്യണം. അപ്പോൾ ചിലവർക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. അയാൾ തെറി വിളിക്കുന്ന കണ്ടു, പക്ഷെ അതൊക്കെ ശരിയായ ഇതല്ല. കണ്ട ഈ കാറുകാരൻ വരുന്നില്ല, തെറി പറയാനൊന്നും പാടില്ല. അയാൾ കുറച്ച് സ്പീഡായിരുന്നു ബസ്സുകാരൻ, ഒറ്റയടിക്ക് എടുക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഇത് വലിയ കയറ്റമല്ല, മെല്ലെ വന്നാലും എടുക്കാം. അപ്പോൾ ബൈക്കാരുടെ ഭാഗത്താണോ തെറ്റ്, ബസ്സുകാരുടെ ഭാഗത്താണോ തെറ്റ്? നിനക്കെന്താ തോന്നിയത്? അതെ അതെ, കാരണം അയാൾക്ക് അറിയത്തുണ്ടാവില്ല. മനപ്പൂരം ആരും അങ്ങനെ വരുത്തില്ലല്ലോ. അപ്പോൾ എല്ലാ ചുരത്തിലും ഒരേപോലെ അല്ല. വന്ന് നിന്നതേ ഒരു സാധനം എൻ്റെ കാലിലോട്ട് കയറി. ഇവിടെ നിന്നതേ മറ്റേ ലീച്ചില്ലേ, അത് കാലിലോട്ട് കയറി. കണ്ടില്ലേ എത്ര വലിയ ലീച്ചാണ്. ബ്ലാഡേ എൻ്റെ കാല കിറ്റിയോളൂ മാറിപ്പടാ. കണ്ടില്ലേ, പാർക്ക് ചെയ്യാനുള്ള കഷ്ടിച്ചുള്ളൊരു സ്പേസേ ഉള്ളൂ. ഇവിടെ മറ്റേ ട്രാഫിക് പോലീസുകാർ നിൽക്കാനുള്ള ഷെൽട്ടറുണ്ട്. ഇതാണ് ആ വ്യൂ പോയിന്റ്. കണ്ടില്ലേ, അപ്പോൾ 2 വീലേഴ്സൊക്കെ ഇവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. കഷ്ടിച്ച് ആ ഒരു സ്പേസ് അത്രയേ ഉള്ളൂ. കണ്ടില്ലേ, വൈകുന്നേരം അപ്പോൾ വേറൊരു വ്യൂ തെളിഞ്ഞു വന്നു അല്ലടാ, ഒരു സൂര്യൻ്റെ ഒരു ഭാഗം. അപ്പോൾ ഒരുപാട് ആൾക്കാർ മുകളിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് നടന്നു വരുന്നത് കാണാം. ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. ഹലോ, ചെറിയ ചെറിയ അരുവികൾ ഒഴുകുന്നു. പിന്നെ ഇതൊക്കെ മൈൻ ഇടിയാത്ത കാരണം എന്ന് വെച്ചാൽ ഇത് മൊത്തം പാറയല്ലേ, ആൾമോസ്റ്റ് ഈ ചുരം കണ്ടില്ലേ പാറയാണ്. ആയിട്ടുണ്ടല്ലേ. നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് നിർത്താം. ഇവിടെ കുറച്ച് വഴി എന്തെങ്കിലും നല്ല പറഞ്ഞു. ഇവിടെ നമുക്ക് മുകളിലോട്ട് കയറി പോകാം, പക്ഷെ അവിടെ ഇതായിരിക്കും. നമ്മൾ കയറി. നമുക്ക് അവിടെ താഴെ കാർ പാർക്കിന് സ്പേസ് അവിടെ കുറവാണെങ്കിലേ ഇവിടെ കുറച്ച് മുകളിൽ വന്നെങ്കിൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. ഇവിടെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിന്റും ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം. ഈ മരം കൊള്ളാം, അടിപൊളി. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ആ താഴെയുള്ള ഭാഗമൊക്കെ കാണാം. കണ്ടല്ലോ ചെറിയ ചെറിയ പാടങ്ങളും. എവിടെ? അതന്നെ, അത് പാടമല്ലേ. അത് ഏകദേശം ആ ഒരു ഭാഗം കാണാം. മാക്സിമം ഇത്ര സൂമുള്ളൂ. ഏകദേശം ഇപ്പോൾ സമയം എത്രയാടോ? സമയം എത്രയായി? സമയം 6:05 ഇതാണ്. അവിടെ മേഘങ്ങൾ കൂട്ടി നിൽക്കുമ്പോൾ നമുക്ക് ആ സൺസെറ്റിൻ്റെ ആ മെയിനായിട്ടുള്ള ഭാഗം കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ആ ഒരു ഷെയ്ഡ് മാത്രം കാണാൻ പറ്റുന്നുള്ളൂ സൂര്യൻ്റെ. നമുക്കിവിടെ സൈഡിലായിട്ട് ഒരു ഫാൾസ് കാണാറുണ്ട്. തെങ്ങ് അത് മൂടിക്കിടക്കുക. ഒരു ഫാൾസ് ഉണ്ട്, മേഘത്തിൽ ഇങ്ങനെ ആൾമോസ്റ്റ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഈ ഒരു ഫ്രെയിം കൊള്ളാം മരത്തിൻ്റെ, അടിപൊളി. കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം ഇടുങ്ങിയ വഴിയാണ്, കഷ്ടിച്ചുള്ള സ്പേസേ ഉള്ളൂ. ഒരു ബസ്സിന് കഷ്ടിച്ച് പാസ്സാവാനുള്ള സ്പേസേ ഉള്ളൂ ഇവിടെ. ഇങ്ങോട്ട് മുകളിലോട്ട് കയറി ചെന്നാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു, പക്ഷേ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കും, ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആകുമ്പേ എന്ന് പറഞ്ഞ സ്ഥലം ഇനിയൊരു സംഭവത്തിന് കൂടെ ഫേമസ് ആടാ, അറിയില്ലേ? കിങ് കോബ്ര. അതിന്റെ തറവാടാണ് ഇത്. ആകുമ്പേ കണ്ടല്ലേ, അത് കോബ്ര, കാലി കോബ്ര. അപ്പം നമ്മുടെ ആകുമ്പയുടെ ഏകദേശം ആ ടൗണിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു എന്താ പറയുക കോളേജ് ക്യാമ്പസ് പോലെ സംഭവമുണ്ട്. ഇവിടെ പ്ലേ ഗ്രൗണ്ടിൽ ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നത് കാണാം. കണ്ടില്ലേ, അടിപൊളി. ഈ ഒരു തണുപ്പത്ത് ഈ ബോൾ നമ്മളെ ലക്ഷ്യമിട്ടാണല്ലോ വരുന്നത്. അടിപൊളി. എങ്ങനെ? അപ്പം അങ്ങ് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക തണുത്ത കാലാവസ്ഥയാണ്, പൊളി അല്ലേ? ഹോസ്റ്റലായിരിക്കും അല്ലേ? അങ്ങ് ദൂരെ കണ്ടില്ലേ കോടമഞ്ഞൊക്കെ കയറി, അടിപൊളി. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലം. തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വണ്ടി ഇതാട്ടോ, ആകുമ്പേ സാരി KSRTCൻ്റെ കണ്ടില്ലേ, ചെറിയൊരു വണ്ടിയാണ്, ചെറിയ കുഞ്ഞ് KSRTC വണ്ടി. ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ പേര് തന്നെ ആകുമ്പേ സാരിക എന്ന് പറഞ്ഞാൽ, അതായത് ഈ ചുരത്തിൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്ന ഒരു ബസ്സാണ്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ വണ്ടി. ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്, കണ്ടില്ല അടുത്ത വണ്ടി വന്ന്. ഇതാണ് ആകുമ്പേലെ KSRTC ബസ് സ്റ്റാൻഡ്. KSRTC എന്ന് പറയാൻ പറ്റില്ല, പ്രൈവറ്റ് ബസ് ഇവിടെയാണ് നിർത്തുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ആകുമ്പേ സാരിക വണ്ടി ഇവിടെ നമുക്ക് നിർത്തി ഇരിക്കുന്ന കാണാം. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ്, ചെറിയ കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കുഞ്ഞൊരു ബസ് സ്റ്റാൻഡ്. പഴയ കെട്ടിടങ്ങൾ ആൾമോസ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പോസ്റ്റൊക്കെ ഇവിടെ തന്നെ ഇല്ല, ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് പോസ്റ്റൊക്കെ ഉള്ളത്. കണ്ടില്ലേ, ഞാൻ കുറച്ച് ഷോർട്ട് കട്ട് വഴി എടുത്തതാണ്. അതായത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞനുസരിച്ചിട്ട് എടുത്തതാണ്. ഇത് മൊത്തം ഓഫ് റോഡാണ്. റോഡ് കാണാനില്ല, ആൾക്കാരെ കാണാനില്ല, ഒരു വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. മൊത്തം കാടേരിയ. കണ്ടില്ലേ,
ലെഫ്റ്റും റൈറ്റും മൊത്തം ഫോറസ്റ്റ് ഏരിയ. റോഡ് ഒരു ഭംഗിക്കില്ല. ഒരു അത്യാവശ്യം ഒരു കരടിനെ കണ്ടാലും ഓടാനുള്ള വഴിയില്ല. ഇതെങ്ങോട്ടാ എടാ? താഴോട്ടാണോ? സ്ട്രൈറ്റ് അല്ലേ? നിനക്ക് വഴി അറിയോ? ഇടിഞ്ഞ വഴി. ഓഹ്, ലെഫ്റ്റ് ആണെങ്കിൽ മൊത്തം കുഴി, റൈറ്റും കുഴി. പാളി 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 പാളി. എടാ പോയിടാ, പോയി 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 പോയി, വണ്ടി പോയി. പൊട്ടിപ്പൊളഞ്ഞ റോട്ടിൽ നിന്ന് ഈ ലെഫ്റ്റിലൊരു എന്താ പറയുക ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, കണ്ടില്ലേ? അങ്ങ് അറ്റം കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഈ ബ്രിഡ്ജിലാണ് നിങ്ങൾ നേരത്തെ വന്നത്. ഇപ്പോൾ ഇരുട്ടായിരിക്കുവാണ്. അപ്പോൾ ഇത് വേണം ക്രോസ് ചെയ്യാൻ വേണ്ടി. മുന്നിൽ നിന്ന് ഒരു വണ്ടി വന്നെങ്കിൽ, വണ്ടിയില്ലല്ലോ, ഉറപ്പല്ലേ? സൈഡ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടുന്ന് എടുക്കുവാണ്. താഴെ വലിയൊരു പുഴയാണ് പോകുന്നത്. ഇത് തുങ്ക റിവർ അല്ലേ? തുങ്ക റിവറാണ് താഴെയുള്ളത്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ഇതൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. മുന്നിൽ ഏതോ ഒരാളുണ്ട്. വണ്ടി നിർത്തി തന്നു. താങ്ക് യു. താങ്ക് യു ചേട്ടാ.